എവ്രിവൺ, അസ്സാം വലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ മോൻ്റെ ഒരു ഫുൾ ഡേ റുട്ടീൻ, ഫുഡ് റുട്ടീനാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിന് കൊടുക്കുന്ന കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു വെക്കുക. വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് റാഗി ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ റാഗി പൊടി വെച്ചിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഉഴുന്ന് ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴത്തേക്കും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു തലേന്ന്. അപ്പോൾ ആ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഉഴുന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ റാഗി ഇങ്ങനെ പൊടി മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് പുട്ടുണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു പൊടി ഞാൻ ഇപ്പം ഒരു ഗ്ലാസ് ഉഴുന്നാണ്, ആ ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ റാഗിപ്പൊടി ഒരു 2 ഗ്ലാസ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് റാഗിപ്പൊടിയാണ് ഞാൻ ഈ ഒരു ഗ്ലാസ് ഉഴുന്നിലേക്ക് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ റാഗി ഫുള്ളായിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് റാഗി പൊടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുട്ടിനൊക്കെ എല്ലാത്തിനും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വെള്ളം ആവശ്യത്തിന്, അത് നമുക്കറിയാമല്ലോ ആ ഒരു ദോശയുടെ കൺസിസ്റ്റൻസി. അപ്പോൾ അത് വെച്ചിട്ട് വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഉഴുന്ന് വെള്ളത്തിലിട്ട് ആ ഒരു വെള്ളം തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. കുറച്ച് അരയ്ക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് മിക്സിയിലെ ബ്ലെൻഡറിലേക്ക് തന്നെ ഡയറക്റ്റ് പൊടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഡയറക്റ്റ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ അല്ല കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. മോൻ്റെ കുറച്ച് ഫുഡ് റുട്ടീൻസ് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ ആൾ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ഞാൻ കിച്ചണിൽ വന്നിട്ട് ദോശയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ചമ്മന്തി ഞാൻ അരയ്ക്കുന്നുണ്ട്. അപ്പം നമുക്കും ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ദോശ തന്നെയാണ് കേട്ടോ, റാഗി ദോശ തന്നെയാണ്. അപ്പോൾ നമുക്കും ചമ്മന്തി വേണം. പിന്നെ ആൾക്ക് ഞാനിപ്പം എരിവ് കൊടുത്തിങ്ങനെ തുടങ്ങുന്നേ ഉള്ളൂ. ഒരുപാട് എരിവ് അവൻ കഴിച്ച് തുടങ്ങിയിട്ടില്ല. എന്നാലും കുറച്ച് കഴിക്കും കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കും. ചിലപ്പം തുപ്പലുണ്ട്. അപ്പോൾ കുറച്ച് സ്പൈസൊക്കെ ആഡ് ചെയ്ത് ഇങ്ങനെ വരുന്നേ ഉള്ളൂ കേട്ടോ. ഞാനങ്ങനെ സെപ്പറേറ്റ് മോന് വേറെ നമുക്ക് വേറെ അങ്ങനെ ഉണ്ടാക്കലില്ല. നമ്മളെന്താണോ കഴിക്കുന്നത് അത് തന്നെയാണ് ശീലിപ്പിക്കുന്നത് കേട്ടോ. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒരു 1/4 മണിക്കൂറൊക്കെ ഇങ്ങനെ നടന്നിട്ടാണ് കേട്ടോ ആൾ ഫുഡ് കഴിക്കലുള്ളൂ. കാരണം പാല് കുടിക്കും, എഴുന്നേൽക്കുമ്പോൾ തന്നെ പാല് കുടിക്കും. പാല് മീൻസ് ബ്രസ്റ്റ് മിൽക്ക് കുടിക്കും. എന്നിട്ടാണ് കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഫുഡ് കഴിക്കലുള്ളൂ. അപ്പോൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഞാൻ ബ്രഷ് ചെയ്യിക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം വെച്ചിട്ടാണ് ഞാൻ ബ്രഷ് ചെയ്യിക്കുന്നത്. ഈ ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പമാണ്, ഇതിങ്ങനെ ഫിംഗറിൽ കയറ്റിയിട്ടിട്ട് ബ്രഷ് ചെയ്യിക്കാൻ ഈസിയാണ് കേട്ടോ. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ദോശ റെഡിയാക്കുകയാണ്. ഇപ്പം ഞാൻ കുറച്ച് നെയ്യൊക്കെ തടവിയിട്ടാണ് ദോശ ചുട്ട് കൊടുക്കുന്നത് മോന്. ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് മുരിച്ചെടുക്കില്ല കുഞ്ഞിന് കൊടുക്കാനുള്ളത്. ജസ്റ്റ് ഒന്ന് ഒരു അപ്പത്തിൻ്റെ ഒരു രീതിയിലാണ് എടുക്കുന്നത് മോന് കൊടുക്കുമ്പോൾ. കാരണം ഒത്തിരി ക്രിസ്പി ആകുമ്പം വായിലിങ്ങനെ തടയുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാറില്ല. മോൻ ഉണ്ടാക്കുമ്പം ജസ്റ്റ് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ദോശ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ചമ്മന്തി ഞാനിങ്ങനെ ത്രൂ ഔട്ട് കൊടുക്കില്ല കേട്ടോ. ഇടയ്ക്കൊന്ന് ഡിപ്പ് ചെയ്ത് അങ്ങനെ കൊടുക്കലേ ഉള്ളൂ. അല്ലെ ഭയങ്കരമായിട്ട് കുഞ്ഞിനെ എരിയുമല്ലോ. അപ്പോൾ മോന് ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ കുറച്ച് ടോയ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. പക്ഷേ ആളവിടെ ഒന്നും ഇരിക്കില്ല കേട്ടോ, നമ്മുടെ കൂടെ അടുക്കളയിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ പാത്രങ്ങളൊക്കെ ഇട്ട് കളിക്കാനാണ് ആൾക്ക് കൂടുതലിഷ്ടം. എത്ര ടോയ്സ് ഉണ്ടെങ്കിലും അത് ഇരുന്ന് കളിക്കില്ല. അടുക്കളയിൽ വന്നിട്ട് ഇങ്ങനെ പാത്രങ്ങൾ തട്ടി കളിക്കലാണ് ആളുടെ മെയിൻ പരിപാടി കേട്ടോ.
അപ്പോൾ ഞാനിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള മീൻ കറി റെഡിയാക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് മീനാണ് കേട്ടോ. അപ്പം മോനും ഞാൻ ഈ ഒരു കറി തന്നെയാണ് കൊടുക്കൽ, അല്ലാണ്ട് സെപ്പറേറ്റ് ഇപ്പോൾ കുഞ്ഞിന് എരിവില്ലാണ്ട് ഫുഡ് അങ്ങനെയൊന്നുമില്ല. നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് കുറേശ്ശെ കുഞ്ഞിന് എരിവ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പം. അതിനുമോൾ ഇതിൽ നേരത്തെ എരിവൊക്കെ കഴിക്കുമായിരുന്നു, പക്ഷേ ഇവൻ അത്ര എരിവ് അങ്ങ് കഴിച്ച് തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ പതിയെ സെറ്റാക്കി എടുക്കണം. ഇപ്പോൾ ഒരു മിഡ് സ്നാക്ക് പോലെ ഇടയ്ക്ക് ഞാൻ ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുക്കലുണ്ട് കുളിപ്പിക്കുന്നതിനൊക്കെ മുൻപായിട്ട്. അപ്പോൾ ഇന്ന് ആപ്പിളാണ് ഉള്ളത്. അപ്പോൾ ആപ്പിൾ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഫിംഗർ ഫുഡ് പോലെ കയ്യിൽ പിടിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ കുഞ്ഞായിട്ട്. അപ്പോൾ അങ്ങനെ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അതിനോട്ട് ഇപ്പോൾ ഉണ്ട്. മോക്ക് സ്കൂള് തുറന്നിട്ടില്ല ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ മോക്ക് ആപ്പിൾ പീനട്ട് ബട്ടർ തേച്ചിട്ട് വേണം എന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ ഏതോ വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. അങ്ങനെ ആപ്പിളിൽ പീനട്ട് ബട്ടർ തേച്ചിട്ട് ആൾ തന്നെ കഴിക്കുന്നുണ്ട്. അപ്പം ഇതിക്കുള്ളത് ഞാൻ വേറെ പ്ലേറ്റിലാക്കിയിട്ട് മോന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഞാൻ ഉച്ചക്കത്തേക്കുള്ള മീനൊക്കെ മാരിനേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ കറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ മീനിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഞാനപ്പോൾ മോനെ ഇനി കുളിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ സാധനങ്ങളെല്ലാം ആദ്യം ബെഡിലിട്ട് വെച്ചിട്ടാണ് ഞാൻ പിന്നെ കുളിപ്പിക്കാനായിട്ട് പോവാറ്. അല്ലെങ്കിൽ നമുക്ക് വന്നു കഴിയുമ്പോൾ പാടല്ലേ. അപ്പോൾ എല്ലാം എടുത്ത് ബെഡിൽ സെറ്റ് ചെയ്തിട്ടാണ് കുളിപ്പിക്കുന്നത് കേട്ടോ. അപ്പം മോനെ ഈ ഒരു ബാത്ത് ടബിലാണ് നമ്മൾ കുളിപ്പിക്കുന്നത്. അപ്പോൾ ഇത് വെക്കാൻ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ടാണ് കുളിപ്പിക്കുന്നത്. കുഞ്ഞിലെ മുതൽ അങ്ങനെ തന്നെയാണ് കേട്ടോ കുളിപ്പിക്കുന്നത്. കാരണം നമുക്ക് വേറെ സ്ഥലമില്ല ഇത് വെച്ചിട്ട് കുളിപ്പിക്കാൻ. പിന്നെ താഴെ ഇരുന്ന് അങ്ങ് കുളിപ്പിക്കൽ ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെയാണ് കുളിപ്പിക്കുന്നത് കേട്ടോ. പിന്നെ സ്കിൻ കെയർ 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇപ്പോൾ സ്കിൻ കെയർ ഒന്നുമില്ല. കുഞ്ഞിലെ എണ്ണയൊക്കെ തേച്ച് കിടത്തുമായിരുന്നു, പക്ഷേ ഇപ്പം അങ്ങനെ കിടക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എണ്ണ തേപ്പിക്കൽ ഇല്ല. ഞാൻ പിന്നെ സെറ്റാഫിലിൻ്റെ ഒരു ഡെയിലി ലോഷനാണ് തേക്കുന്നത്. അതൊരു എന്നും തേക്കലുണ്ട് കേട്ടോ. മുഖത്ത് നല്ലതാണ്. എൻ്റെ സ്കിന്നൊക്കെ നല്ല ഡ്രൈ ആണ്. അപ്പോൾ ഞാൻ ഡെയിലി അത് തേക്കലുണ്ട്. പിന്നെ മരുന്നായിട്ട് കൊടുക്കുന്നത് വൈറ്റമിൻ ഡ്രോപ്സ് ആണ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആൾ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 1-2 മണിക്കൂർ ഉറങ്ങിക്കോളും. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ബാക്കി കുക്കിങ്ങും അതുപോലെ കുളിക്കലും ക്ലീനിങ്ങൊക്കെ ആ ഒരു ടൈം കൊണ്ട് കഴിയും കേട്ടോ. കുളിച്ച് കഴിഞ്ഞാൽ ആൾ ഒരു 2 മണിക്കൂർ എന്തായാലും കിടന്നുറങ്ങിക്കോളും. അപ്പോൾ ഇന്ന് ഒലത്തായിട്ട് ക്യാബേജും ക്യാരറ്റും കൂടി മിക്സ് ചെയ്തിട്ട് അതാണ് ഒലത്തുന്നത്. പിന്നെ ഞാൻ മീനും പൊരിക്കാനായിട്ടിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ ഞാൻ മസാല പുരട്ടിയിട്ട് അങ്ങനെ തന്നെ മോന് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആ വൈറ്റ് മാത്രമായിട്ടാണെങ്കിലും അങ്ങനെ കൊടുക്കലാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ആൾ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. Clap your hands. Wow, good boy. Adu, clap your hands. Clap. Clap your hands. Clap your hands. Clap. Good boy. അപ്പോൾ മോനുള്ള ചോറ് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചോറൊന്നും ആൾ കഴിക്കില്ല കേട്ടോ. നമ്മൾ പിന്നെ നമ്മുടെ ഒരു സമാധാനത്തിന് അത്ര എടുക്കും. പിന്നെ കുറച്ച് നമ്മുടെ വായിൽ പോകില്ല. നോർമലി അങ്ങനെയാണല്ലോ സംഭവിക്കുക. അപ്പോൾ ഞാൻ കറിയും ഒരു പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചാറ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ചോറിലേക്കല്ല ഡയറക്റ്റ് ഒഴിക്കുന്നത്, നമ്മൾ സൈഡിലായിട്ടാണ് ഒഴിക്കുന്നത്. പിന്നെ മീനിൻ്റെ ഒരു പിച്ചെടുത്തിട്ട് അതിൻ്റെ ഫ്ലഷ് മാത്രം കൊടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ആ കുഞ്ഞിനെ ഞാൻ ഹൈ ചെയറിൽ ഇരുത്തിയിട്ടാണ് എപ്പോഴും കൊടുക്കാൻ ട്രൈ ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ അധികം ഇരിക്കലില്ല. അതുപോലെ തന്നെ ഏപ്രണൊക്കെ കൊടുത്താലും ആളിടില്ല കേട്ടോ. അപ്പം തന്നെ അത് ഊരിക്കളയും. പിന്നെ മേത്താക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് മീനൊക്കെ ആകുമ്പോൾ അങ്ങനെ കെട്ടി കൊടുക്കലുണ്ട്. പക്ഷെ ആൾ ഇടാറില്ല ഇപ്പോൾ. പിന്നെ ഹൈ ചെയറിൽ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അധികം നമ്മുടെ മേത്തും ആവില്ല, അവൻ്റെ മേത്തും അധികം ആവില്ല. അപ്പം അതുകൊണ്ടാണ് ഹൈ ചെയറിലിരുത്തി കൊടുക്കുന്നത്. ഇപ്പം പക്ഷേ ഹൈ ചെയറിലിരിക്കാൻ മടിയാണ് കേട്ടോ. അപ്പം ഞാൻ മോന് എരിവ് കൊടുക്കുമ്പം ഫസ്റ്റ് കറിയൊക്കെ കൂട്ടിയിട്ട് ഒരു ഉരുള കൊടുക്കും. പിന്നെ പ്ലെയിൻ വൈറ്റ് റൈസ് കൊടുക്കും. അപ്പോൾ അവർക്ക് അത്ര എരിവ് അങ്ങ് ഫീൽ ചെയ്യില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എരിവ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികൾക്ക് പറ്റില്ലല്ലോ. പിന്നെ വെള്ളവും അവൻ്റെ അടുത്ത് തന്നെ വെക്കും. അപ്പോൾ അവനറിയാം എരിയുമ്പോൾ വെള്ളം കുടിക്കാനിപ്പോൾ അറിയാം. അപ്പോൾ ആൾ തന്നെയേ കുടിച്ചോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യൽ. പിന്നെ ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് പീസസ് എടുത്തിട്ട് കഴുകിയിട്ട് കുഞ്ഞിന് കൊടുക്കുന്നത്. എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. കാരണം നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിൽ ഓക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം. പക്ഷെ നമ്മൾ പുറത്തൊക്കെ ഇപ്പോൾ ഇൻ കേസ് പോകുമ്പോൾ കുക്ക് ചെയ്യാനൊന്നും പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞിന് സെപ്പറേറ്റ് നമുക്ക് വേറെ ഫുഡിന് ഓപ്ഷൻ ഉണ്ടാവില്ല.
പിന്നെ നമ്മൾ അതെല്ലാം ആയിട്ട് പോകേണ്ടി വരും. അപ്പോൾ അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. നമ്മളെന്താണോ കഴിക്കുന്നത് അത് കുഞ്ഞിനെ കൊടുത്ത് ശീലിപ്പിക്കുക കേട്ടോ. പിന്നെ ഈവനിങ് ഒരു സ്നാക്ക് പോലെ ഞാൻ എഗ്ഗ് വെച്ചിട്ട് മുട്ടയുടെ ഒരു മഫിനാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പേര് ഇങ്ങനെയാണോ എന്നറിയില്ല കേട്ടോ, ഞാൻ പറയുന്നത് എഗ് മഫിൻ എന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ക്യാരറ്റും ക്യാപ്സിക്കവും പിന്നെ ഒരു ചെറിയ സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റും ക്യാപ്സിക്കും ഒന്നും ഇത്രയും നമുക്ക് ആവശ്യമില്ല, കുറച്ച് മതി. അപ്പോൾ ഞാൻ ഈ ഒരു പോർഷൻ ക്യാരറ്റേ എടുക്കുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു പകുതിയില്ല, ഒരു 1/4 ഭാഗം ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒന്നെങ്കിൽ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ചോപ്പ് ചെയ്യുക. ഞാനിപ്പം ഗ്രേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇതിൽ വെച്ചിട്ട് ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം ക്യാപ്സിക്കം നമ്മൾ കുഞ്ഞായിട്ട് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ഇതിപ്പോൾ ഞാൻ ക്യാപ്സിക്കം ഇതിൽ ഗ്രേറ്റ് ചെയ്തെടുത്തു. അപ്പം അത് ഭയങ്കര വെള്ളമയമായിപ്പോയി. അപ്പോൾ ക്യാപ്സിക്കം അങ്ങനെ ചെയ്യണ്ട, കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കവും സവാളയും അതുപോലെ തന്നെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മുട്ട ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് പാൽ ഒഴിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചീസ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് മൊസറല്ല ചീസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചീസ്, ഒരുപാടൊന്നുമില്ല, സ്വല്പം, ഒരു ഹാൻഡ്ഫുൾ അത്രയും ഞാൻ ഇടുന്നുള്ളൂ. കുറച്ച് ചീസും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണേ. ഇനി ഒരു ബാറ്റർ ഇതുപോലെ സിലിക്കോൺ മോൾഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കപ്പ് കേക്കൊക്കെ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അത് പാനൊന്ന് ഗ്രീസ് ചെയ്തിട്ട് അതിലൊഴിച്ചാലും മതി. അല്ലെങ്കിൽ നമുക്ക് പ്ലെയിനായിട്ട് ഇപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന കുഞ്ഞു ടിന്നുണ്ടെങ്കിൽ അതിൽ ഒഴിക്കാം. എന്നിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ കുഞ്ഞിന് കൊടുക്കാൻ നേരം അത് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കപ്പ് കേക്കിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇത് ഒരുപാട് ഇങ്ങനെ പൊങ്ങി വരുമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു 1/4 പോർഷൻ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് എയർ ഫ്രയറിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നമുക്കിതിപ്പം പാനിലും ചെയ്തെടുക്കാം. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ, കപ്പ് കേക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അത്രയും സമയം വേണ്ട കേട്ടോ. ഒരു 10 മിനിറ്റ് ഒക്കെ മതിയാവും. നന്നായിട്ട് ഒരു 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് ഒക്കെ മതിയാവും. ഇടയ്ക്ക് എടുത്തിട്ടൊന്ന് കുക്കായോ എന്നൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ എഗ് മഫിൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ എടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. നമുക്കിപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഓപ്പൺ ചെയ്യുന്നതുകൊണ്ടൊന്നും പ്രശ്നമൊന്നുമില്ല. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് പോലെയൊന്നുമല്ല കേട്ടോ. ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്തൊക്കെ നോക്കാം. എന്നിട്ട് ടൂത്ത് പിക്കോ എന്തെങ്കിലുമൊക്കെ ഇൻസേർട്ട് ചെയ്ത് നോക്കിയിട്ട് കുക്കായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ആയിട്ടില്ലെങ്കിൽ പിന്നെയും വെച്ചാൽ മതി, അത് പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ മോന് ഒരു 2 എണ്ണം കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനൊട്ടിക്കും ഉള്ളതാണ് കേട്ടോ, അവൾക്കും ഇഷ്ടമാണ്. അപ്പം 2 പേർക്കും കൂടെ ഉള്ളതാണ്. അപ്പോൾ മോന് ഞാൻ ഒരു പ്ലേറ്റിലെടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അവൻ തനിയെ എടുത്ത് കഴിച്ചോളും. അത് ഓരോ മൂഡ് അനുസരിച്ചിട്ടാണ് കേട്ടോ. ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ നമ്മൾ വാരി കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല കുക്ക്ഡായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കണ്ടറിയാം, നല്ല സോഫ്റ്റായിട്ടുണ്ട്, നല്ല കുക്ക്ഡായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ചീസൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ വലിഞ്ഞിരിക്കും, നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ചൊക്കെ കൂടുതൽ സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഒരുപാട് എഗ് മഫിൻസിൻ്റെ ഒക്കെ റെസിപ്പി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ വേർഷൻ ഓഫ് പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മോന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനൊട്ടിയും കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവന് എന്താ പറയുക, തൊട്ട് നോക്കിയിട്ട് എന്തോ പുള്ളിക്ക് അത്ര അങ്ങ് പിടിച്ചില്ല, അതുപോലെ തന്നെ കഴിക്കാനായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ വായിൽ വെച്ച് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. ചിലപ്പോൾ അങ്ങനെയാണ്, കയ്യിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റുന്നതൊന്നും ചിലപ്പോൾ ഇഷ്ടാവില്ല, ചിലപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മോളും ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ വൈകിട്ട് ഒരു സ്നാക്ക് പോലെ ഉണ്ടാക്കാനായിട്ട് നല്ലതാണ്. കൂടുതലും ഞാൻ പഴമൊക്കെ ഉണ്ടെങ്കിൽ പഴം ക്യാരമലൈസ് ചെയ്ത് കൊടുക്കുന്നതൊക്കെ ആൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കലുണ്ട് വൈകിട്ട്. പിന്നെ ഇതിപ്പോൾ ഡിന്നറിലേക്ക് വേണ്ടിയിട്ട് ഹെൽത്ത് മിക്സിൻ്റെ പൗഡറാണ് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു നേരം ഞാനിങ്ങനെ കുറുക്ക് കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട്. കാരണം എല്ലാ നേരവും നമ്മൾ കഴിക്കുന്ന ഫുഡല്ലേ കൊടുക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു നേരം, ചിലപ്പോൾ രാവിലെ ആയിരിക്കും അല്ലെങ്കിൽ രാത്രി, ഇങ്ങനെ കുറുക്ക് കൊടുക്കലുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇസാൻസ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ.
പ്രൊമോഷനൊന്നുമല്ല, ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ അങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ ഇവരുടെ ഇൻസ്റ്റൻറ്റ് മിക്സ് ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സലാലയൊക്കെ പോയപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കത് ചൂടുവെള്ളത്തിൽ കലക്കി കൊടുക്കാനൊക്കെ ഇൻസ്റ്റൻറ്റ് മിക്സും ഹോം മെയ്ഡാണ്. അപ്പോൾ അതും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് പാം ഷുഗർ, നമ്മുടെ പനങ്കൽക്കണ്ടത്തിൻ്റെ പൊടിയാണ്, പൊടിച്ചതാണ്. അപ്പോൾ അത് നമുക്ക് ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ഇന്ന് മോൻ്റെ ഡിന്നർ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മുഴുവൻ ഞാൻ കാണിച്ചിട്ടുള്ളത് മോന് കൊടുക്കുന്ന ഫുഡാണ് കേട്ടോ. മോൻ്റെ ഒരു ഫുഡ് റുട്ടീനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.